138 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون. സൂറത്തുൽ അൻആമിലെ വിശ്വാസപരമായ കാര്യങ്ങളാണ് മുഖ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഏകദൈവത്വവും ബഹുദൈവത്വവും വേർതിരിയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ സൂറയിൽ അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ബഹുദൈവത്വം അഥവാ ശിർക്ക് മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന, മനുഷ്യന്റെ നിലപാടുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. എന്താണ്? അവര് കാർഷിക വിളകളെയും അതുപോലെ തന്നെ കന്നുകാലികളെയും ഒക്കെ ഓഹരി വെക്കാൻ, എല്ലാം അള്ളാഹു നൽകിയ ഔദാര്യമാണ്, പക്ഷെ അവർ ഓഹരി വെക്കും. ഇത് അള്ളാഹുവിന്, ഇത് ഞങ്ങളുടെ കുലദൈവങ്ങൾക്ക്, ഇങ്ങനെ വിഹിതം വെക്കുന്ന രീതി അവർക്കിടയിൽ ഉണ്ടായി. അതിൽ തന്നെ പലതരത്തിലുള്ള അഴിമതിയും കൃത്രിമങ്ങളും കാണിച്ചു. അള്ളാഹുവിനുള്ളത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് തന്നെ അവരുടെ കുലദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന കൃത്രിമമായ രീതികൾ അവർ സ്വീകരിച്ചിരുന്നു. അതേപോലെ പിന്നെ 137 ആയത്തിൽ നാം മനസ്സിലാക്കിയത്, ഈ ബഹുദൈവവാദികള് സ്വന്തം മക്കളെ ബലി നൽകിയതിനെ കുറിച്ചാണ്. അവര് അന്യായമായിട്ട് കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. അവരുടെ കുലദൈവങ്ങൾക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പങ്കാളികൾ എന്ന നിലയ്ക്ക് അവര് സ്വയം കൽപ്പിച്ചിരുന്ന കേവല ദൈവ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന രീതി അവരിലുണ്ടായി. അങ്ങനെ അവർ സ്വയം നശിക്കുന്നു, അവരുടെ ദീനിനെ അവർ തന്നെ അട്ടിമറിക്കുന്നു എന്നൊക്കെയുള്ള അവസ്ഥകളും അവരിലുണ്ടായി. അത് നമ്മൾ വിശദീകരിക്കേണ്ടായി. ഇനി 138 ആയത്തില് അതിൻ്റെ അനുബന്ധമായി തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി അല്ലാഹു തആല ഉണർത്താൻ. നേരത്തെ കാർഷിക വിളകളും കന്നുകാലികളും ഒക്കെ ഇത് ദൈവത്തിന്, ഇത് ഞങ്ങളുടെ കുലദൈവങ്ങൾക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പോലെ ഈ കാര്യങ്ങളിൽ അവർ സ്വയം പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വയം അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പല നിയമങ്ങൾ സ്വയം കെട്ടിച്ചമച്ചുകൊണ്ട് ആണ് അവർ കാര്യങ്ങൾ നടപ്പാക്കിയത്. അതിനെക്കുറിച്ചാണ് 138 ആയത്തിൽ പറയുന്നത്. നമുക്ക് അർത്ഥം ശ്രദ്ധിക്കാം. വഖാലു, അവര് പറഞ്ഞു, അല്ലെങ്കിൽ അവര് പറയുന്നു, ഹാദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ. ഹാദിഹി, ഇവ, അൻആം, ഈ കന്നുകാലികൾ, വഹർസുൻ, ഈ കാർഷിക വിളകളും ഉണ്ടല്ലോ, ഹിജ്റുൻ, ഇവ വിലക്കപ്പെട്ടതാണ്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ഹറാമാണ്. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ശരീഅത്തില് ആ നിലക്കാണ് ഹിജ്റിനെ കുറിച്ച് പറയുന്നത്. മതപരമായിട്ട് നിഷിദ്ധമാക്കപ്പെട്ടത് എന്നാണ് ഉദ്ദേശം. അപ്പൊ ആരാണ് അത്? ആർക്കാണ് അനുവദനീയം, ആർക്കാണ് അനുവദനീയമല്ലാത്തത് എന്നൊക്കെ പറയാം. അതൊക്കെ പുരോഹിതന്മാര് പറഞ്ഞോളും, നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല. അതിന്റെ വിശദീകരണങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വഖാലു ഹാദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ. അവർ പറയുന്നു, ഈ കന്നുകാലികളും വിളകളും വിലക്കപ്പെട്ടതാകുന്നു. എന്നിട്ട് അവര് തന്നെ നിയമം ഉണ്ടാക്കിയിട്ട് പറയാണ് പുരോഹിതന്മാര്. എന്താണ്? ലാ യത്അമുഹ ഇല്ലാ മൻ നശ. ലാ യത്അമുഹ, തഅമ യത്അമു, ആഹരിച്ചു, ഭക്ഷിച്ചു. ലാ യത്അമുഹ, അതിനെ ഭക്ഷിക്കുവാൻ പാടില്ല. ഇല്ലാ മൻ നശാഉ,
ഞങ്ങൾ ഉദ്ദേശിച്ചവരല്ലാതെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരാരാണോ അവരല്ലാതെ അവയെ ഭക്ഷിക്കാൻ പാടില്ല. ആരാ ഞങ്ങള്? പുരോഹിതന്മാരാണ്, അള്ളാഹു അല്ല. എന്നിട്ട് പറയുന്നുണ്ട് ബിസഅമിഹിം, ഇത് അവരുടെ വാദമാണ് എന്ന് പറയുന്നുണ്ട്. അവരുടെ കേവലമായ ജൽപ്പനം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചതൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടോ വ അൻആമുൻ, കന്നുകാലികളുടെ കാര്യത്തിൽ എന്താ അവർ ചെയ്തെന്നറിയോ? വ അൻആമുൻ, കന്നുകാലികൾ ഹുർരിമത് ളുഹൂറുഹ, ഹുർരിമത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ളുഹൂറുഹ അവയുടെ മുതുകുകൾ. ലഹർ എന്നതിന്റെ ബഹുവചനാണ് ളുഹൂർ. മുതുകുകൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താ അങ്ങനെ പറഞ്ഞാല്? കന്നുകാലിയുടെ മുതുക് എന്തിനാ ഉപയോഗിക്കാം? അത് പിന്നെ യാത്രയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഭാരം വഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കാം. ഒട്ടകപ്പുറത്തും അതുപോലെ കഴുതപ്പുറത്തും ഇങ്ങനെയൊക്കെയുള്ള ജീവികളുടെ മുകളിൽ ഭാരം വഹിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒട്ടകങ്ങളും കഴുതയും കുതിരയും ഒക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടില് പിന്നെ കാളകൾ നിലം ഉഴുത് മറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഭാരം വഹിക്കുന്ന കാളവണ്ടികൾ വഹിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലഘട്ടം. അപ്പൊ ആ നിലയ്ക്കുള്ള ഉപയോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അൻആമുൻ ഹുർരിമത് ളുഹൂറുഹ, ചില കന്നുകാലികൾ ഉണ്ടല്ലോ അവയുടെ മുതുക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അവയുടെ മേൽ ഭാരം വഹിക്കാൻ പാടില്ല. വ അൻആമുൻ, ഇനി വേറെ ചില കന്നുകാലികളുണ്ട്, ലാ യദ്കുറൂന ഇസ്മല്ലാഹി അലൈഹ, ലാ അരുത്, യദ്കുറൂന അവർ സ്മരിക്കരുത് അഥവാ ഉച്ചരിക്കരുത്, ഇസ്മല്ലാഹ് അള്ളാഹുവിന്റെ നാമത്തെ, അലൈഹ അവയുടെ മേൽ, അവയുടെ മേൽ അവർ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്താ ഉദ്ദേശം? നാമം ഉച്ചരിക്കാന്ന് പറഞ്ഞാൽ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില കന്നുകാലികളെ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കരുത്. പിന്നെ ആരുടെ നാമം ഉച്ചരിക്കാം? കുലദൈവങ്ങളുടെ നാമം ഉച്ചരിക്കണം എന്നാ പറയുന്നത്. ഇഫ്തിറാഅൻ അലൈഹി, ഒടുവിൽ അള്ളാഹു ചേർത്ത് പറയാണ് ഇതൊക്കെയും ഇഫ്തിറാ ആണ്. എന്താ ഇഫ്തിറ എന്ന് പറഞ്ഞാൽ? കെട്ടിച്ചമച്ചു എന്നാണ്. ഇഫ്തിറാഅൻ അലൈഹി, എല്ലാം അവന്റെ പേരിൽ കെട്ടിച്ചമക്കുന്നതായിട്ടാണ് അവർ പറയാം. എല്ലാം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമൂഹത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പലതരത്തിലുള്ള നിയമങ്ങൾ സ്വയം പടച്ചുണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്നാ പറയുന്നത്. എന്നിട്ട് അള്ളാഹു അവസാനം പറയാണ് സയജ്സിഹിം ബിമാ കാനൂ യഫ്തറൂൻ, ജസാ യജ്സി പ്രതിഫലം നൽകി, ജസാ പ്രതിഫലം, സയജ്സി അവൻ പ്രതിഫലം നൽകും, ഹിം അവർക്ക്, ബിമാ കാനൂ യഫ്തറൂൻ അവർ ഇങ്ങനെ കള്ളം കെട്ടിച്ചമച്ചതിന് അള്ളാഹു പ്രതിഫലം നൽകും. ജസാ പൊതുവെ നല്ല പ്രതിഫലത്തിനാണ് ഉപയോഗിക്കാം അല്ലെ? പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ മക്കളോട്, എന്ന പോലെ ഉള്ള ഒരു ശൈലിയാണ്. ഇവര് ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ ഭക്തി എന്ന രൂപത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റു പലർക്കും നേർച്ചാ വഴിപാടുകളും ആരാധനകളും സഹായം തേടലും ഒക്കെ അർപ്പിച്ചപ്പോ അത് മുഖേന യഥാർത്ഥത്തിൽ അവര് നന്മയല്ല നേടിയിരിക്കുന്നത്, മറിച്ച് ഗുരുതരമായ തിന്മയാണ്. അത് മുഖേന അവർക്ക് ശിക്ഷയാകുന്ന പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നുണ്ട് അല്ലെ? അതുകൂടി മുൻനിർത്തിയിട്ടാണ് ഈ സൂക്തത്തെ നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമൊക്കെ ഇത്തരത്തിലുള്ള പല വിശ്വാസ വ്യതിചലനങ്ങളും നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. വഖാലു ഹാദിഹി അൻആമുൻ വഹറസുൻ ഹിജ്റുൻ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഈ കന്നുകാലികളും ഈ കാർഷിക വിളകളും ഒക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവര് പറയാണ്. നേരത്തെ നമ്മൾ സൂറത്തുൽ മാഇദ 103 സൂക്തത്തിലൊക്കെ പഠിച്ചിരുന്നു ചില കന്നുകാലികളെ കുറിച്ച്. എന്താണ്? സായിബ, ഹാമ, വസീല എന്നൊക്കെയുള്ള കന്നുകാലികളെ കുറിച്ച് പഠിച്ചു ഓർക്കുന്നില്ലേ? ആ കാലികളുടെ കൂട്ടത്തില് ഹിജ്ർ, അവയുമായി ബന്ധപ്പെട്ട് ധാരാളം വിലക്കുകൾ ഉണ്ടായിരുന്നു.
ഇത് ആരാണ് ഉപയോഗിക്കാവുന്നത്, ആർക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ നേർച്ചയും അതിൻ്റെ നിയമങ്ങളുമെല്ലാം പുരോഹിതന്മാരും അവരുടെ ശിങ്കിടികളും ചമച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അള്ളാഹു കൽപ്പിക്കുന്നതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരം കൊടികുത്ത് നേർച്ചകളും ഉറൂസുകളും ഇങ്ങനെ പലതുമില്ലേ, അതിലൊക്കെ നടക്കുന്ന പരിപാടികൾ ശ്രദ്ധിച്ചു നോക്കാം. അങ്ങനെയാണ്. ആന എഴുന്നള്ളത്തുണ്ടാവും, അതുപോലെ കൊടികയറ്റൽ ഉണ്ടാവും, അതുപോലെ തുണി കൊണ്ട് കബറ് മൂടുക, ജാറം മൂടുക എന്ന പരിപാടി ഉണ്ടാവും അല്ലെ. ഇങ്ങനെ മൊത്തത്തിലൊരു ഉത്സവ ഛായ സൃഷ്ടിക്കുന്നത് കാണാം. ഇതിനൊക്കെ അള്ളാഹുവിന്റെ ദീനില് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവോ? ഒരു തെളിവുമില്ല. അതൊക്കെ ഇങ്ങനെ പുരോഹിതന്മാർ ഓരോന്നും പറയാണ്. അപ്പോൾ അവിടുത്തെ ജാറത്തേക്കാൾ നമ്മുടെ ജാറത്തിനൊരു പ്രത്യേകത ഉണ്ടാവണം. അപ്പൊ ഇവിടെ കൊടികുത്ത് നേർച്ചയാണ്, മറ്റിടത്ത് വേറൊരു തരത്തിലുള്ള നേർച്ചയാണ്, അവിടെ ആനവരവാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലയിടത്ത് അന്നദാനമാണ് പ്രധാനം. ഇങ്ങനെ പലതരത്തിലുള്ള രീതികൾ ഉണ്ടാവും. അതിനൊക്കെ അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരത്തിലുള്ള വിശ്വാസ വ്യതിചലനങ്ങൾ, വേറൊരു ആചാരവും അതുപോലെ തന്നെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് സമൂഹത്തെ വഴിതെറ്റിക്കുന്ന അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് പണ്ട് മുതൽക്കേ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സായിബ, ഹാമ്, വസീല ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾക്ക് പ്രത്യേകമായ വിധികൾ അവര് നിശ്ചയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബിസഅമിഹിം എന്ന് പറയുന്നുണ്ടല്ലോ, ലാ യതഅമുഹ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം, ഞങ്ങൾ ഉദ്ദേശിച്ചവരല്ലാതെ അതിനെ ഭക്ഷിക്കരുത് എന്ന് അവര് വാദിക്കാൻ, അത് അവരുടെ ഒരു വാദമാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഇല്ലാമൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നവരല്ലാതെ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ ഉദ്ദേശിക്കുന്നവർ മാത്രമാണ് അത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ ചിലത് സ്ത്രീകൾ ഭക്ഷിക്കാൻ പാടില്ല, ചിലത് വിധവകൾ മാത്രമേ ഭക്ഷിക്കാവുള്ളൂ, അതുപോലെ കല്യാണം കഴിച്ചവർക്കും കന്യകകളും ഭക്ഷിക്കരുത്. ഇങ്ങനെയൊക്കെ പല നിയമങ്ങൾ അവര് കൃത്രിമമായിട്ട് പടച്ചുണ്ടാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബഹീറ നമ്മൾ പഠിച്ചതാണ് മാഇദയില്. ബഹീറയെ കശാപ്പ് ചെയ്യാൻ പാടില്ല, അത് ചത്തുപോയാൽ പുരുഷന് തിന്നാം, സ്ത്രീകൾക്ക് പാടില്ല. ബഹീറ എന്ന ഗണത്തിലുള്ള മൃഗത്തിന് പാലുണ്ടായാൽ അത് പൂജാരിമാരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരും മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. സായിബയുടെ മാംസത്തിന്റെ വിധിയും ഇതുതന്നെയാണ്. അതിൻ്റെ പാല് പൂജാരിമാർക്കും അതുപോലെ പുറമെ വഴിപോക്കന്മാരായ ആളുകൾക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ അവർ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, പുരോഹിതന്മാര് ഇത്തരത്തില് പലതും പടച്ചുണ്ടാക്കും, എന്നിട്ട് ഭക്തജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ ദാസന്മാരാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്തും ഇതിന്റെ തന്നെ തുടർച്ചയാണ്. 139 ആയത്ത്. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم. വഖാലു 139 അർത്ഥം ശ്രദ്ധിക്കാം. വഖാലു അവർ പറയുകയും ചെയ്തിരുന്നു. മാ ഫി ബുത്തൂനി ഹാദിഹിൽ അൻആം, മാ എന്തോ അത്, ഫി ബുത്തൂൻ, ബത്തുന് ബുത്തൂന് വയറ് ഉദരം എന്നാണ്. മാ ഫി ബുത്തൂൻ വയറുകളിൽ ഉള്ളത്, ഫി ബുത്തൂനി ഹാദിഹിൽ അൻആം ഒരു പ്രത്യേക കന്നുകാലികളെ കുറിച്ച് പറയാണ്. ഈ കന്നുകാലികളുടെ വയറുകളിൽ ഉള്ളത് അഥവാ അവ ഗർഭം ധരിച്ചത് ഖാലിസ, അത് എക്സ്ക്ലൂസീവാണ്, പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അത് പ്രത്യേകമാക്കപ്പെട്ടതാണ്. ലിദുക്കൂരിന, ഞങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രമാണ് അതിനെ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. വ മുഹറമുൻ, അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അല അസ്വാജിന, നമ്മുടെ സ്ത്രീകൾക്ക്.
അവിടെ സൗജ് അസുവാജ് സാധാരണഗതിയിൽ ഇണ എന്നാണ് പറയാം. ആദ്യം ദുക്കൂർ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇണകൾക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണ്? വഖാലു, അവർ പറയാണ്, മാഫി ബുത്തൂനി ഹാദിഹിൽ അൻആം, ഈ കന്നുകാലികളുടെ വയറിലുള്ളത് അഥവാ ഇവ ഗർഭം ധരിച്ച കുഞ്ഞുണ്ടല്ലോ, അത് ഖാലിസത്തുൻ പ്രത്യേകമാണ്, ലിദുക്കൂരിന നമ്മിലെ പുരുഷന്മാർക്ക് മാത്രമാണ് അത് ഭക്ഷിക്കാൻ അനുവാദമുള്ളത്. ആ കുട്ടി ജനിച്ച് പിന്നീട് വളർന്ന് അതിനെ അറുക്കുന്ന പ്രായമാകുമ്പോൾ പുരുഷന്മാരെ കഴിക്കാൻ പാടുള്ളൂ. വ മുഹറമുൻ അല അസുവാജിന, നമ്മുടെ സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആരായി നിയമം ഉണ്ടാക്കുന്നത്? പുരോഹിതന്മാര് തന്നെയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, അതിനെ തുടർന്ന് പിന്നെ അവര് പറഞ്ഞിരുന്ന നിയമം എന്താണ്? വഇയക്കും മൈത്തത്തൻ, വഇയക്കുൻ അത് ആണെങ്കിൽ, അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, മൈത്തത്തൻ അത് ശവമായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ, അഥവാ അത് ചാപിള്ളയാണെങ്കിലോ, ഫഹും ഫീഹി ശുറക്ക, അവർ അതില് പങ്കാളികളായിരിക്കും. ആര്? പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പങ്കാളികളാവും. ജീവനോടെയാണ് ജനിക്കുന്നതെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഭക്ഷിക്കാവുള്ളൂ. ഇനി അത് ചാപിള്ളയായിട്ട് ജനിക്കുകയാണെങ്കിലോ അതിനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഭക്ഷിക്കാം. ഇങ്ങനെ ഒരു നിയമം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അള്ളാഹു പറയാണ്, സയജ്സിഹിം വസ്ഫഹും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാം, സയജ്സിഹിം, എന്നാൽ അള്ളാഹു തആല അതിന് പ്രതിഫലം നൽകും, വസ്ഫഹും അവരുടെ ഈ വിശേഷണത്തിന്. വസ്ഫ്, വസഫ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിച്ചു എന്നാണ് അർത്ഥം. ഒന്നിനെ പിന്നെ നല്ല നിലയ്ക്ക് അതിന്റെ വിശേഷണങ്ങൾ പറയുക എന്നാണ്. സിഫത്ത് എന്ന് പറയില്ലേ, വിശേഷണം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരിങ്ങനെ സ്വയം വ്യവസ്ഥകൾ നിശ്ചയിച്ചതിന് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ പിടികൂടും, ശിക്ഷിക്കും എന്നാണ് ഉദ്ദേശം. എന്നിട്ട് പറയാണ്, ഇന്നഹു ഹക്കീമുൻ അലീം, നിശ്ചയം അവൻ യുക്തിജ്ഞനും സർവജ്ഞനുമല്ലോ എന്ന്. എന്താണ് ഇവിടേക്ക് അടിസ്ഥാന പ്രശ്നം? നിയമം നിർമ്മിക്കാനുള്ള പരമാധികാരം ആർക്കാണ്? അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഒരു കൂട്ടര് ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് നിയമം നിർമ്മിക്കാനുള്ള പരമാധികാരം ആർക്കാണ്? ആർക്കാണ്? ഉടമസ്ഥനാണ് അതിനുള്ള അധികാരം, അല്ലെ? ഏതൊരു കാര്യത്തിൽ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ഈ കെട്ടിടം എങ്ങനെ കൈകാര്യം ചെയ്യണം ഉടമസ്ഥനാണ് തീരുമാനിക്കുക, അല്ലെ? അതിന്റെ റൂമുകൾ എങ്ങനെയായിരിക്കണം, അതിന്റെ ഫർണിച്ചർ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഉടമയായിരിക്കും. എന്ന് പറയും പോലെ ഈ പ്രപഞ്ചത്തിന്റെ ഉടമ ആരാണ്? സാക്ഷാൽ ഉടയ തമ്പുരാനായ അള്ളാഹുവാണ്. എങ്കിൽ ആരാണ് അവന്റെ സൃഷ്ടികളുടെ നിയമങ്ങൾ തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവനാണ്. കാരണം അവനാണ് നമ്മുടെ സൃഷ്ടാവ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അതേപോലെ അവന്റെ സൃഷ്ടികളാണ് ഈ കന്നുകാലികളും പച്ചക്കറിയും അതുപോലെ തന്നെ സകല കാർഷിക വിഭവങ്ങളും ധാന്യങ്ങളും ഒക്കെ അവൻ്റെതല്ലേ. അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാ തീരുമാനിക്കുക? ആ അള്ളാഹുവിനാണ് അത് തീരുമാനിക്കാനുള്ള അധികാരം. ഇത് വളരെ ഒരു സാമാന്യ ബോധമാണല്ലോ, അല്ലെ? വളരെ ലളിതമായ ഒരു ലോജിക്കാണ് ഈ പറയുന്നത്. അതിനാൽ അതിന് വിരുദ്ധമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇടപെടും എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ഈ രാജ്യത്തിന് സാങ്കേതികമായിട്ട് ഒരു ഭരണകൂടമുണ്ട്. അപ്പൊ അതിനാൽ ആ ഭരണകൂടമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. ആ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും നിലപാടെടുത്താലോ അയാൾ രാജ്യദ്രോഹിയാണ് എന്നൊക്കെയല്ലേ പറയാം. അതാണ് സംഭവിക്കുക. അപ്പോൾ ഉടമസ്ഥൻ ആരാണോ അയാളാണ് യഥാർത്ഥത്തിൽ പരമാധികാരി. അവനാണ് നിയമം നിർമ്മിക്കേണ്ടത്. അപ്പോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങളുടെ ഉടമ ആരാണോ അവനാണ് തീരുമാനിക്കുക. അല്ലാതെ നിങ്ങൾ എങ്ങനെ സ്വയം തീരുമാനിക്കും? ഇന്ന മൃഗത്തിന്റെ മുതുകിൽ യാത്ര ചെയ്യാൻ പാടില്ല, ഇന്ന മൃഗത്തെ അള്ളാഹുവിന്റെ പേരിൽ അറുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. ലാ യദ്കുറൂന ഇസ്മല്ലാഹി അലൈഹി ഇഫ്തിറാഅൻ അലൈഹി, അല്ലെ? അത് വല്ലാത്തൊരു വാക്കാണത്. അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹു മനുഷ്യർക്ക് നന്മക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മൃഗങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ അറക്കരുത്. പിന്നെ ആരുടെ പേരിൽ അറക്കണം? കുലദൈവങ്ങളുടെ പേരില്,
അല്ലെങ്കിൽ സിദ്ധന്മാരുടെ പേരില്, അതുപോലെയൊക്കെ ഉണ്ടല്ലോ. ഏതൊക്കെയോ മഹത്തുക്കളായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ അറുക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഗുരുതരമായ ശിർക്ക്, അല്ലെ? അതാണ് ശിർക്ക്. അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരണത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇത്തരം മൃഗങ്ങളെ ഹജ്ജ് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചിരുന്നു. എന്താ കാരണം? ഹജ്ജ് യാത്രയിൽ ഉടനീളം ഹാജിമാര് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് എന്താ ചൊല്ല? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലും, അല്ലെ? അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആണല്ലോ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കും അവര്, തെൽബിയത്ത് ചൊല്ലും. അപ്പൊ അങ്ങനെ തെൽബിയത്ത് ചൊല്ലുന്നിടത്ത് ഈ മൃഗത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ അവര് തീരുമാനിച്ചു കളഞ്ഞിരുന്നു അത്രേ. അപ്പോ കുലദൈവങ്ങൾക്ക് വഴിപാടായിട്ട് നേർച്ചയായിട്ട് നൽകിയ മൃഗങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുപോകരുത് എന്നവർ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയും എങ്ങനെയാ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവർ വിശ്വാസപരമായിട്ട് വ്യതിചലിച്ചു, ബഹുദൈവത്വം അവരെ പിടികൂടി എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. പക്ഷെ ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നതിനെ പ്രത്യേകം മനസ്സിലാക്കണം, അല്ലെ? മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കിയ മൃഗം, അങ്ങനെ പറയാൻ പാടുണ്ടോ ശരിക്കും? അള്ളാഹുവിനല്ലാതെ നേർച്ചയില്ലല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ നേരാൻ പാടുണ്ടോ? നേർക്ക് നേരെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻനിർത്തിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി 140 ആയത്തില് അള്ളാഹു തആല അവരില് ഉണ്ടായിരുന്ന ഈ മക്കളെ കുരുതി കൊടുക്കുക എന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് 140 ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നത്. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. قد خسر നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു, അല്ലദീന ഖതലു വധിച്ചവർ, ഔലാദഹും സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞവർ നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? സഫഹൻ ബിഗൈരി ഇൽമിൻ, സഫഹൻ മൂഢതയാൽ അല്ലെങ്കിൽ വിഡ്ഢിത്തത്താൽ എന്നാണ്. സയഖൂലു സുഫഹാഉ, ഓർക്കുന്നില്ലേ? സൂറ അൽ ബഖറയിലെ 2-ാമത്തെ ജുസ് തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ, സയഖൂലു സുഫഹ, വിഡ്ഢികൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഫീഹ് ജമ്മാണ് സുഫഹ. ഇവിടെ സഫഹ് എന്നാ ഉള്ളത്, അതിന്റെ ക്രിയാധാതുവാണ്. സഫഹ് വിഡ്ഢിത്തം, മൂഢത എന്നൊക്കെയാണ്. സഫഹൻ ബിഗൈരി ഇൽമിൻ, ബിഗൈരി ഇൽം അറിവ് കൂടാതെ, ജ്ഞാനമില്ലാതെ, തിരിച്ചറിവില്ലാതെ, മൂഢതയാൽ, വിഡ്ഢിത്തത്താൽ സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞ ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവർ മഹാനഷ്ടത്തിലാണ്. വഹറമു മാ റസഖഹുമുല്ലാഹ്, വഹറമു മാത്രമല്ല നിഷിദ്ധമാക്കിയവരും നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. മാ റസഖഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് അരുളിയ വിഭവങ്ങളെ, അള്ളാഹു നൽകിയതിനെ നിഷിദ്ധമാക്കിയ ആളുകളും നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ഇഫ്തിറാഅൻ അലല്ലാഹ്, അവരിങ്ങനെയൊക്കെ ചെയ്തത് ഇഫ്തിറ, കള്ളം കെട്ടിച്ചമച്ചുകൊണ്ടാണ്. അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരില് കള്ളം ചമച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അതൊക്കെ അവർക്ക് നഷ്ടമാണ്. ഖദ് ളല്ലു, തീർച്ചയായും അവര് വഴിതെറ്റിപ്പോയിരിക്കുന്നു. വമാ കാനൂ മുഹ്തദീൻ, അവർ ഒട്ടും സന്മാർഗം പ്രാപിച്ചവരായിട്ടില്ല എന്ന് അള്ളാഹു ചേർത്ത് പറയാൻ. വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ ഇങ്ങനെ മക്കളെ കൊന്നുകളയുന്നതിനെ കുറിച്ച് നമ്മൾ എവിടെയാ പഠിച്ചത്? ഇതേ സൂറയിൽ 137 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പേജില് അവസാനത്തെ ആയത്ത് അതാണ്.
വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം എന്ന് പഠിച്ചിരുന്നു. സ്വന്തം മക്കളെ വധിച്ചു കളയുന്ന ബഹുദൈവവാദികൾ ഉണ്ടല്ലോ, അവർക്ക് ആ കാര്യം അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അലങ്കാരമായിട്ട് അവർക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. എന്തിനാ മക്കളെ കൊല്ലുന്നത്? ഒന്ന്, ദേവപ്രീതിക്ക് വേണ്ടിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മക്കളെ കൊലപ്പെടുത്തിയിട്ട് ആ രക്തം ആ കുലദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് മുകളിൽ പുരട്ടുകയും ഒഴിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അതുപോലെ ദുരഭിമാനത്തിന്റെ പേരിൽ മക്കളെ കൊല്ലുന്നു. നേരത്തെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പെൺമക്കളെ പ്രത്യേകിച്ചും ദുരഭിമാനത്തിന്റെ പേരിൽ കൊന്നുകളയുന്ന പ്രവണത. പിന്നെയോ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലുക. ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഖത്ല ഔലാദിഹിം സഫഹൻ ബിഗൈരി ഇൽം. വിഡ്ഢിത്തമാണ് അവർ ചെയ്യുന്നത്, അല്ലെ? മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹു തആല നൽകിയ മഹത്തായ അനുഗ്രഹമാണ്, അല്ലെ? ആ മക്കൾ നമ്മുടേത് മാത്രമാണോ? അങ്ങനെയല്ല, അത് മനുഷ്യ കുലത്തിന്റെ മക്കളാണ്. അങ്ങനെയാണല്ലോ. നേരത്തെ സൂറത്തുൽ മാഇദയിൽ നമ്മൾ പഠിച്ചില്ലേ, ഒരു മനുഷ്യനെ ഒരാൾ കൊലപ്പെടുത്തിയാല് സകല മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ അവസരം നൽകിയാലോ സകല മനുഷ്യർക്കും ജീവിക്കാൻ അവസരം നൽകുന്നതിന് തുല്യമാണ്. വല്ലാത്തൊരു വചനമാണത്, അല്ലെ? കാബീല് ഹാബീലിനെ വധിച്ച പശ്ചാത്തലത്തിലാണ് അള്ളാഹു താല അങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇസ്രായേലിയർക്ക് അത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കും ആ നിയമം ബാധകമാണ്. അപ്പൊ ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ കുലത്തെ തന്നെയാണ് കൊല്ലുന്നത്. മനുഷ്യ കുലത്തിന്റെ സമ്പാദ്യമാണ് മനുഷ്യൻ. അങ്ങനെയാണ്. ആ മഹാ അനുഗ്രഹത്തെയാണ് ഇല്ലാതെയാക്കുന്നത്, അല്ലെ? അത് അവനവന് നഷ്ടം വരുത്തുന്നു, അവന്റെ കുടുംബത്തിന് നഷ്ടം വരുത്തുന്നു, ആ നാടിന് നഷ്ടം വരുത്തുന്നു, ലോകത്തിന് തന്നെ നഷ്ടം വരുത്തുന്നു. എന്താ കാരണം? ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കഴിവുകൾ നൽകപ്പെട്ട സവിശേഷ സൃഷ്ടിയാണ്. ആ കഴിവുകൾ ലോകത്തിന് ലഭിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നുണ്ടല്ലോ. പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഈ ലോകത്ത് ജനിക്കേണ്ടിയിരുന്ന എത്രയോ മക്കളെ നമ്മൾ വധിച്ചു കളയുന്നു എന്നതായിരിക്കും അതിന്റെ കാരണം. നീ ഉണ്ടായത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായത്, അല്ലെ എന്ന് നമ്മൾ പൊതുവെ പറയുമല്ലോ. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പലതരത്തിലും പ്രയോജനപ്പെടുന്നവരെ കുറിച്ച് പറയും. അപ്പൊ അതേപോലെ വേറെയും എത്രയോ മനുഷ്യർ ലോകത്തുണ്ടാവേണ്ടിയിരുന്നു, അവരൊക്കെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ മറ്റൊരു കാര്യം ഗൗരവപൂർവ്വം ഉണർത്തുന്നത് എന്താണെന്നറിയോ? സാധാരണഗതിയില് പെൺമക്കളെ കൊന്നുകളയുക എന്ന പ്രവണതയുണ്ടല്ലോ, സൂറത്തു നഹ്ലില് അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സൂറത്തു തക്വീറിൽ ഉണ്ടല്ലോ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, മോളെ എന്തിന്റെ പേരിലാണ് നീ കൊല്ലപ്പെട്ടത്? നാളെ പരലോകത്ത് വിചാരണ വേളയിൽ. അവിടെ വഅദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ജീവനോടെ മണ്ണിലിട്ട് കുഴിച്ചു മൂടുന്ന ആ അത്യാചാരം അന്ന് അറേബ്യയിൽ നിലനിന്നിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഖത്തലു ഔലാദഹും എന്നാണ്. ഖത്ല ഔലാദിഹിം നേരത്തെ വന്നില്ലേ? അങ്ങനെയാ വന്നത് 137. ഇവിടെ 140 ഖത്തലു ഔലാദഹും എന്നാ പറഞ്ഞത്. അപ്പൊ അതില് ഖുർആൻ വ്യാഖ്യാതാക്കൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ ദുരഭിമാന കൊല എന്നൊരു കൊലയുണ്ടല്ലോ, ഇപ്പോഴും അത് നടക്കുന്നുണ്ട് വേറൊരു അർത്ഥത്തിൽ, അല്ലെ? ജാതി മാറി കല്യാണം കഴിക്കുമ്പോൾ ദുരഭിമാന കൊല നടക്കുന്നതായിട്ട് ഇന്ത്യയിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖത്ല ഔലാദിഹിം, മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞത്. അതിലെ പെൺമക്കളെ എന്ന് പ്രത്യേകം പറയുന്നില്ല. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ദൈവങ്ങൾക്ക് കുരുതി കൊടുക്കൽ, അത് തന്നെയാണ്. പിന്നെ പട്ടിണി ഭയന്ന് കൊന്നുകളയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. സൂറത്തുൽ ഇസ്രായിൽ വരുന്നുണ്ട്, പട്ടിണി ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും. അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. അതിനാൽ ആ കൊലപാതകം അത് ഗുരുതരമായ പാതകമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ പട്ടിണി ഭയന്ന മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ ചെയ്യോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ മക്കൾ ഇങ്ങനെ തുടരെ തുടരെ ഉണ്ടായിന്നിരിക്കട്ടെ, ദമ്പതികൾക്ക് ഇപ്പൊ ഈ 2 വർഷത്തെ ഇടവേളയിൽ അല്ലെങ്കിൽ 1-1.5 വർഷത്തെ ഇടവേളയിൽ മക്കൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പ്രസവം നിർത്തിക്കളയും, അല്ലേ? പ്രസവം നിർത്തിക്കളയാണ്. ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിക്കളയാണ് ചെയ്യാം. അപ്പൊ അത് ഈ ഗണത്തിൽ വരൂലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അസ്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ബീജം ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തെറ്റിച്ച് കളയുക എന്നാണ് അതിന് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് എന്താണ്, ഒരു ലഘുവായ കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഗുരുതരമായ വിഷയമാണ്. മക്കൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയല്ല, മക്കൾ ഉണ്ടാവണം. പക്ഷേ ആ മക്കൾക്കിടയിൽ സ്വാഭാവികമായ ഒരു ഗ്യാപ്പ് ഉണ്ടാകാം, അല്ലെ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി മുലകുടി പ്രായത്തിലാകുമ്പോൾ ആ സമയത്ത് തന്നെ വീണ്ടും ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമില്ലേ? ആദ്യത്തെ കുഞ്ഞിന് 2 വർഷം മുലയൂട്ടണമല്ലോ. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിനാൽ ആ ഒരു ഗ്യാപ്പ്, 2 ഗർഭധാരണത്തിനിടയിലുള്ള ഗ്യാപ്പ് സൂക്ഷിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഉമ്മയുടെ ആരോഗ്യം പരിഗണിച്ചും കുഞ്ഞിന്റെ ആരോഗ്യം പരിഗണിച്ചും ഒക്കെ ആകാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്ത് മക്കൾ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ 1-2 മതി എന്ന് തീരുമാനിക്കുക, അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ഈ ഖത്ല ഔലാദിഹിം എന്നതിൽ വരും എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട്. അനാവശ്യമായിട്ട് സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലെങ്കിലും അള്ളാഹു തരൂല്ലേ? അള്ളാഹു നൽകുമല്ലോ. അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിനാൽ ആ നിലയ്ക്ക് ഞങ്ങളങ്ങ് തീരുമാനിച്ചു എന്ന നിലയിൽ മക്കൾ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് ഗർഭം ധരിച്ചതിന് ശേഷം അബോർട്ട് ചെയ്യുക എന്നതൊക്കെ ഏതിൽ വരും? ഈ പറയപ്പെട്ട ഖത്ല ഔലാദിഹിം എന്നതിൻ്റെ വിശദീകരണത്തിൽ വരും എന്നുള്ളതാണ്. അതില് സംഭവിച്ചു പോയതിൽ ഇനി അസ്വസ്ഥപ്പെടേണ്ടതില്ല. അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ആധുനിക ലോകത്ത് ഈ മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചവര്, ആ നിലയ്ക്ക് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഇപ്പോഴെന്താ തീരുമാനിക്കുന്നത്? ഇപ്പൊ വീണ്ടും മക്കൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നവർക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുകയാണ്. സിംഗപ്പൂർ പോലുള്ള രാജ്യം, അതുപോലെ വലിയ ജനസംഖ്യയുള്ള ചൈന തന്നെ ഒരു ഘട്ടത്തിൽ നിയന്ത്രിച്ചു. ഇപ്പൊ വീണ്ടും മക്കളാവാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അല്ലെ? മാനവ വിഭവശേഷി എന്ന് പറയില്ലേ? അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സമ്പാദ്യം. അപ്പൊ അതിനാൽ മക്കൾ ഉണ്ടായാല് ഞാൻ പട്ടിണിയിലായി പോകുമോ എന്ന് കരുതുന്നത് എന്താണ്? അതാണ് ഏറ്റവും ഗുരുതരമായ പിശുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തൻ്റെ കുഞ്ഞ് തൻ്റെ ഭക്ഷണപാത്രത്തിൽ കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുന്നവനാണ് ഏറ്റവും കൊടിയ പിശുക്കൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ നമ്മൾ ആലോചിക്കും. നമ്മളൊക്കെ മക്കള് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് സങ്കടം പറയുന്നവരാണ്, അല്ലേ? അങ്ങനെയല്ലേ? അതിൻ്റെ പേരിൽ മക്കളെ പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നവരാണ്. അപ്പോ തൻ്റെ പാത്രത്തില് തൻ്റെ കുഞ്ഞ് കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുന്ന പിതാവ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ കുറിച്ചാണ്. എൻ്റെ സുഖത്തിന്, എൻ്റെ സൗകര്യത്തിന് എൻ്റെ മക്കൾ എനിക്ക് വിലങ്ങ് തടിയാണ്. മക്കൾ ഉണ്ടായാല് ഞാൻ ഗർഭം ധരിച്ച എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്ന തോന്നല്, അതല്ലെങ്കിൽ അതൊരു പൊല്ലാപ്പാണ്, മക്കൾ ഉണ്ടായാൽ ആകപ്പാടെ ബഹളവും പ്രശ്നങ്ങളും, എനിക്ക് എൻ്റെതായ ലൈഫ് നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് പോകുന്നു. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഇവിടെ ഖതലു ഔലാദഹും ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും, തങ്ങളുടെ മക്കളെ കൊന്നുകളഞ്ഞവർ നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. സഫഹം ബിഗൈരി ഇൽം, യഥാർത്ഥ ജ്ഞാനമില്ലാതെ മൂഢമായ മാനസികാവസ്ഥയിൽ. അവിടെ ഇൽമ് എന്താണ്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് വേദജ്ഞാനമാണ്, ദൈവികമായ ജ്ഞാനമാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തീരുമാനം എടുക്കുമായിരുന്നില്ല. ഭൗതികമായ കാഴ്ചപ്പാടില് കണക്കുകൂട്ടലുകൾ നടത്തിയിട്ട്
മക്കൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതാണ് സഫഹൻ ബിഗൈരി ഇൽം. യഥാർത്ഥ ജ്ഞാനമില്ലാതെ മൂഢമായ മാനസികാവസ്ഥയിൽ എടുത്ത തീരുമാനമാണത് എന്ന് പറഞ്ഞതാണ്. തുടർന്ന് പറയുന്നു വഹറമു മാ റസഖഹുമുല്ലാഹ്. അള്ളാഹു നൽകിയതിനെ അവർ നിഷിദ്ധമാക്കുന്നു. ഇഫ്തിറാഅൻ അലല്ലാഹ്. എങ്ങനെ? അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമാക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ചിലത് ആണുങ്ങളെ കഴിക്കാവുള്ളൂ, ചിലത് സ്ത്രീകളെ കഴിക്കാവുള്ളൂ, ചിലത് ആരും കഴിക്കരുത്, അത് കുലദൈവത്തിന് ഒഴിഞ്ഞിട്ടതാണ്, അതുകൊണ്ട് ആരും കഴിക്കാൻ പാടില്ല, ചിലത് പുരോഹിതന്മാരെ കഴിക്കാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ അവര് സ്വയം സൃഷ്ടിച്ചെടുത്തു എന്നാണ് ആ പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളിൽ മനുഷ്യൻ ചെന്നുപെടുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് ഖദല്ലു, അവർ വഴിതെറ്റിയിരിക്കുന്നു, വമാ കാനു മുഹ്തദീൻ, അവർ സന്മാർഗം പ്രാപിച്ചവരായിട്ടില്ല. അവര് ഏതൊക്കെയോ ദൈവസങ്കല്പങ്ങളും വിശ്വാസമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ ബഹുദൈവ ആരാധകർ എന്ന് പറയുമ്പോൾ അവർ അങ്ങേയറ്റം ഭക്തരാണ്. അതുപോലെ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, അവരുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം സമർപ്പിക്കുന്ന ആളുകളാണ്. പക്ഷെ അതേ സമയത്ത് ഏകനായ ഈ പ്രപഞ്ചത്തിന് പിന്നിലെ ഒരേ ഒരു ശക്തിയെ മറന്ന് അവര് അങ്ങനെ കേവല ദൈവസങ്കല്പങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ അത് മുഖേന യഥാർത്ഥത്തിൽ അവര് സന്മാർഗം പ്രാപിക്കുകയല്ല, കൂടുതൽ വഴികേടിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പൊ ഈ സൂക്തങ്ങള് ഏതോ കാലഘട്ടത്തിൽ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ഏതോ ബഹുദൈവവാദികളെ കുറിച്ച് പറയാണ് എന്ന് കരുതി പോകേണ്ടതില്ല. നമ്മുടെ കാലഘട്ടത്തിലും ബഹുദൈവ സങ്കല്പങ്ങൾ കൊണ്ടു നടക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. അതേപോലെ സമുദായത്തിന്റെ അകത്ത് അന്ധവിശ്വാസ അനാചാരങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകളിലും ഇങ്ങനെ ദൈവത്തിനുള്ളത് വേറെ, അതുപോലെ തന്നെ മഹാന്മാരായ മറ്റു ചിലർക്കുള്ളത് വേറെ എന്ന രൂപത്തിൽ കാര്യങ്ങൾ വേർതിരിക്കുന്നു. അതൊക്കെ വിശ്വാസപരമായിട്ട് ഗുരുതരമായ വ്യതിചലനങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ സൂക്തങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. മക്കള് പലരും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവർക്കെല്ലാം നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. മക്കൾക്ക് നന്നായി പഠിക്കാനും വളരുവാനും ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാനും തൗഫീഖ് നൽകണേ റബ്ബെ. അതേപോലെ തന്നെ അവരിൽ വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ നാഥ. ഇണകൾക്ക് സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. മഴക്കാലമാണ്, പകർച്ചവ്യാധികളും മറ്റും ഉണ്ടാവാനിടയുണ്ട്. നല്ല ജാഗ്രത വേണം. അള്ളാഹുവെ, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.